ഹലോ, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൺലൈനായിട്ടൊക്കെ നെയിലോൺ ബാൻഡ് വാങ്ങുമ്പോൾ പലപ്പോഴും നമുക്ക് തെറ്റ് പറ്റാറുണ്ട്. നമ്മൾ വിചാരിച്ച ക്വാളിറ്റിയും അതുപോലെ ആ ഒരു ബാൻഡൊന്നും ആയിരിക്കില്ല കിട്ടുന്നത്. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബാൻഡ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. നമ്മൾ ആദ്യം നെയിലോൺ ബാൻഡിനെ പറ്റിയിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ കാണിക്കുന്നുണ്ട് ഞാൻ 15 രൂപക്കൊക്കെ വാങ്ങിയ നെയിലോൺ ബാൻഡ് എങ്ങനെയായിരുന്നു എന്നൊക്കെ ഉള്ളത്. ആ ഒരു ഐറ്റം അതാണ് കേട്ടോ. ഇത് ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ളതാണ്. അതിൽ ബാക്കിയുള്ളതാണ്. ഇത് എത്രയാണ് വീതി ഉള്ളത് അത് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ കുറച്ച് കാലം ഇങ്ങനെ ഇരുന്നപ്പോൾ ഇതിങ്ങനെ വെലിഞ്ഞ് നല്ല വലുപ്പമായിട്ടുണ്ട്. കണ്ടോ? ഇപ്പോൾ നമുക്ക് ഈ ബൺ മെറ്റീരിയലൊക്കെ കട്ട് ചെയ്ത് വെക്കുന്നവർക്ക് അറിയാം. അത് കട്ടി കുറച്ച് ഇതാണ് കേട്ടോ നമ്മുടെ അടുത്തുള്ള ശരിക്കുള്ള നെയിലോൺ ബാൻഡ്. കട്ടി കുറച്ച് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് വെലിഞ്ഞ് പോകുന്നുള്ളത്. അതേപോലെ തന്നെയാണ് ഈ നെയിലോൺ ബാൻഡ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ വീതി കുറച്ച് കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ വെലിഞ്ഞ് പോകും കേട്ടോ. കുറേ ഉപയോഗത്തിന് ശേഷം, അല്ലെങ്കിൽ ഇങ്ങനെ ഇതിപ്പോൾ ഉപയോഗിച്ചിട്ടൊന്നുമില്ല, എടുത്ത് വെച്ചിരിക്കുകയായിരുന്നു, എന്നാൽ തന്നെ ഇങ്ങനെ വെലിഞ്ഞ് പോയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഇത് തമ്മിലുള്ള ഡിഫറൻസ്. പിന്നെ ഒന്ന് നെയിലോൺ ബാൻഡ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ആമസോണിലടക്കം കണ്ടിട്ടുണ്ട്. ഈ ഒരു ബാൻഡ് ചീപ്പ് റേറ്റിന് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതാണ് കേട്ടോ, ബൺ മെറ്റീരിയലാണിത് സംഭവം. നമ്മൾ മുടി കെട്ടാനേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളങ്ങനെ സാധനങ്ങൾ ആമസോണിൽ നിന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ നിങ്ങൾ ഇതും കൂടി ഒന്ന് ചെക്ക് ചെയ്തിട്ട് റിവ്യൂസും കൂടി നോക്കുക. ഇപ്പോൾ ഇതാണ് നമ്മുടെ നോർമൽ നെയിലോൺ ബാൻഡ്. മറ്റേത് ബണ്ണാണ് കേട്ടോ, മുടി കെട്ടാനാണ് അത് പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ വാങ്ങി പറ്റിക്കപ്പെട്ടവർ ഒരുപാട് പേരുണ്ട് കേട്ടോ. റേറ്റ് കുറവ് കണ്ടിട്ട് യൂട്യൂബിൽ തന്നെ അങ്ങനെ കാണുന്നുണ്ട്. പിന്നെ ഒരു ഐറ്റമാണ് ഇതിങ്ങനെ എലാസ്റ്റിക് ടൈപ്പ് ഉള്ളെന്ന് ഇങ്ങനെ പോരുന്ന പോലൊക്കെയാണ്. ഇത് നമുക്കൊരാൾ വിട്ടു തന്നതാണ്. അവർ നെയിലോൺ ബാൻഡ് വാങ്ങിയിട്ട് പറ്റിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് വിട്ടു തന്നതാണ്. ഇതൊന്നും നെയിലോൺ ബാൻഡ് അല്ല കേട്ടോ. ഇതിലാ മാർക്ക് ചെയ്തതാണ് ശരിക്കുള്ളത് നെയിലോൺ ബാൻഡ്. അതിൻ്റെ അപ്പുറത്തുള്ളത് അവർ നെയിലോൺ ബാൻഡ് എന്ന് പറഞ്ഞ് തരുന്നതാണ്. പക്ഷെ അത് ശരിക്കും നെയിലോൺ ബാൻഡ് അല്ല. അതിങ്ങനെ ഒരു കട്ടിയിൽ കുറച്ചൊരു ഹാർഡായിരിക്കും. ഇത്രയും സോഫ്റ്റ്നെസ് ഉണ്ടാവില്ല. പിന്നെ ഇതിപ്പോൾ കണ്ടാൽ, ഈ ഫോട്ടോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് വീതി കുറഞ്ഞതാണ്. ഇതൊരിക്കലും വാങ്ങരുത്. ഈ ഫോട്ടോ കണ്ടാൽ തന്നെ മനസ്സിലാവും. എന്നാൽ ഈ ഒരു ഫോട്ടോ കാണുമ്പോൾ മനസ്സിലാവും ഇത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വീതി കൂടിയ നെയിലോൺ ബാൻഡാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫോട്ടോ കണ്ടിട്ടും കുറേയൊക്കെ മനസ്സിലാക്കി എടുക്കാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ നേരത്തെ കണ്ട ഫോട്ടോയിൽ മനസ്സിലാവും. നമ്മുടെ നെയിലോൺ ബാൻഡ് എന്ന് പറയുമ്പോൾ ബ്ലാക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല കട്ട ബ്ലാക്ക് ആയിരിക്കും, അല്ല നരച്ച പോലത്തെ കളറാവില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക.